കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ പരമ്പരാഗതമായി കണ്ടുവരുന്ന LDF-UDF പോരാട്ടം എന്നതിലുപരി ഇത്തവണ മിക്കവാറുമുള്ള എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ത്രികോണ പോരാട്ടമായിരുന്നു കണ്ടത്. ഇടതുപക്ഷ ഐക്യജനാധിപത്യ മുന്നണികൾക്ക് ഒപ്പം BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും ഇത്തവണ മത്സരത്തിൽ കട്ടയ്ക്കുണ്ടായിരുന്നു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 17 എണ്ണവും UDF പിടിച്ചെടുത്തു. ഓരോ മണ്ഡലം വീതം LDF-ഉം NDA-യും സ്വന്തമാക്കി. സ്വാഭാവികമായും 18 മണ്ഡലങ്ങൾ നേടിയ UDF-നായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ എന്ന് നമ്മൾ കരുതും. എന്നാലല്ല. ഒരർത്ഥത്തിൽ UDF കഴിഞ്ഞ തവണത്തെ നേട്ടം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ തവണ 19 സീറ്റുകൾ സ്വന്തമാക്കിയ UDF ഇത്തവണ ഒന്ന് കുറച്ച് 18 എണ്ണമേ പിടിച്ചെടുത്തുള്ളൂ. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കുറവ്. എന്നാൽ BJP നയിക്കുന്ന NDA മുന്നണിയോ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കേരളത്തിൽ അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന വോട്ടിംഗ് വിഹിതം കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് LDF തകർന്നു? BJP മുന്നേറി എന്നുള്ളതാണ് സാധാരണ ചോദ്യം. എന്നാൽ കേരളത്തിൽ മാത്രമല്ലേ BJPക്ക് ആഘോഷിക്കുവാനുള്ള വക ലഭിച്ചുള്ളൂ എന്നുള്ളത് മറ്റൊരു ചോദ്യം. കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന BJP ഇന്ന് സഖ്യകക്ഷികളുടെ പിന്തുണയിലല്ലേ രാജ്യം ഭരിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്? കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലോക് നീതി CSDS സർവേ ഫലം എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നത് കൊണ്ടാണ് കോൺഗ്രസിന് 2019 വിജയം ആവർത്തിക്കാൻ സാധിച്ചതെന്നാണ് CSDS പറയുന്നത്. ഇത്തവണ 18 സീറ്റുകളാണ് UDF-ന് കേരളത്തിൽ ലഭിച്ചത്. 2019 20-ൽ 19 സീറ്റും UDF വിജയിച്ചിരുന്നു. എന്നാൽ ഈ സർവേ ഫലത്തിനുള്ളിൽ ശ്രദ്ധേയമായൊരു സംഗതിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഒരു LDF-UDF മത്സരമായിട്ടല്ല, UDF-NDA മത്സരമായിട്ടാണ്. ഈ പോയിന്റിലാണ് LDF-ന്റെ വോട്ടുകളും മറഞ്ഞതും ഇടതു പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയതും. UDF-ഉം BJP നേതൃത്വം നൽകുന്ന NDA-യും തമ്മിലുള്ള മത്സരമായാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ കണ്ടതെന്ന് പറഞ്ഞുവല്ലോ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന വികാരത്തിലാണ് 2019 ജനങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസിന് വോട്ട് ചെയ്തത് എന്ന വിലയിരുത്തലുകൾ അന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആ വികാരം നിലനിൽക്കുന്നില്ല എന്നായിരുന്നു കണക്കുകൂട്ടൽ. അങ്ങനെയാണ് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നതും പറഞ്ഞിരുന്നതും. എന്നാൽ കേരളത്തിലെ 35% ജനങ്ങളും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് സർവേ പറയുന്നത്. മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരണം എന്നാഗ്രഹിച്ചവരും കുറവല്ല. കേരളത്തിലെ 23% പേർ മോദി വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഈ ഫലം പറയുന്നത്. ഇക്കാര്യത്തിൽ പുറത്തുവരുന്ന ചില ജാതി ചിന്തകൾ കൂടിയുണ്ട്. കേരളത്തിലെ വോട്ടിംഗ് രീതികളിലും ജാതി സമവാക്യങ്ങളിലും വന്ന നേരിയ വ്യത്യാസത്തിലാണ് BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതെന്നും ലോക് നീതി CSDS പറയുന്നു. നായർ വോട്ടുകളിൽ 45% ഇത്തവണ BJPക്ക് പോൾ ചെയ്യപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഈഴവ വോട്ടുകൾ ഇത്തവണ BJPക്ക് ലഭിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. 32% ഈഴവർ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്തു. അതിനൊപ്പം 5% ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ചേരുന്നതോടെ ഒരു സീറ്റ് നേടുക എന്ന നേട്ടത്തിലേക്കും ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കുന്നതിലേക്കും BJP എത്തുകയായിരുന്നു. അതായത് കേരളത്തിൽ NDA-ക്ക് ലഭിച്ച 19.2% വോട്ട് നായർ സമുദായത്തിലെ 45%, ഈഴവ സമുദായത്തിലെ 32%, ക്രൈസ്തവ വിഭാഗത്തിലെ 5% ആണെന്നാണ് ലോക് നീതി CSDS സർവേ പറയുന്നത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് 23% വോട്ട് BJPക്ക് കിട്ടുമെന്ന ആക്സസ് മൈ ഇന്ത്യയുടെ സർവേയെ നിരാകരിക്കുന്ന റിപ്പോർട്ടാണിത്. ഇത് ഏറെക്കുറെ ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് പുറത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായി BJPക്ക് കിട്ടിയില്ല എന്ന് തന്നെ കാണാൻ കഴിയും. ചാലക്കുടി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ ക്രൈസ്തവ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നും BJPക്ക് അവരുടെ മുൻ തിരഞ്ഞെടുപ്പുകളിലെ നേട്ടമുണ്ടാക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് ആദ്യ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറ്റവും അധികം ക്രിസ്ത്യാനികളുള്ള പാലാ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി ബെൽറ്റിൽ പലയിടത്തും BJPക്ക് വോട്ട് കുറയുന്നതായാണ് കാണാൻ കഴിഞ്ഞത്. പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ക്രൈസ്തവ വോട്ടുകൾ കിട്ടി എന്നുള്ളത് വെറും വാചകമണിയാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇതിനെല്ലാം ഇടയിലും തങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിജയത്തിന് കാരണമായി സർവേ പറയുന്നത്. 2019 47.3% വോട്ടുകളുണ്ടായിരുന്ന UDF-ന് ഇത്തവണ അത് 44.7% വർദ്ധിപ്പിക്കാൻ സാധിച്ചു. LDF-ന്റെ വോട്ട് വിഹിതം 34.2%-ൽ നിന്ന് 33.79%-മായി കുറയുകയാണ് ചെയ്തത്. BJP 14.8%-ൽ നിന്ന് 19.2%-ആക്കി വോട്ട് വിഹിതം ഉയർത്തുകയും ചെയ്തു.
ഇതിനിടയിൽ സർവേയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട്. കേരളത്തിലെ 70% ആളുകളും കേന്ദ്രത്തിൽ ബി.ജെ.പിക്ക് ഇനിയൊരു അവസരം നൽകരുത് എന്ന് വിശ്വസിക്കുന്നവരാണെന്നാണ് സർവേ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തിപരമായ വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി വിജയിച്ചത്. എങ്കിലും ജാതീയപരമായ വേർതിരിവ് മുതലെടുക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ബി.ജെ.പിയെ സഹായിച്ച കൂട്ടത്തിൽ ക്രിസ്ത്യാനികൾ ഇല്ല എന്നുള്ളതും കൂടി കൂട്ടി വായിക്കണം. അതായത് കാസയല്ല ക്രിസ്ത്യാനിറ്റി.